മുഹമ്മദിന്റെ അനുയായികൾക്ക് 4 സ്ത്രീകളെ മാത്രം ഒതുക്കി നിർത്തിയ അള്ളാഹു. മുഹമ്മദിന് യഥേഷ്ടം അതൊക്കെ നമ്മൾ വിശദീകരിച്ചാൽ ഞാൻ പറയുന്നത്. നിസാവ് എന്ന് പറഞ്ഞ സ്ത്രീകൾ എന്നല്ല, മസിനാവ സുലാസ വറുബ എന്ന് പറഞ്ഞാൽ 2 3 4 പെണ്ണുങ്ങളെ കെട്ടുക എന്നല്ല. നിസാവ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്ന പുരോഗതിയിലേക്ക് വരുന്ന അറിവുകളാണ്, ചിന്തകളാണ്. അത് വ്യക്തികൾ എടുക്കുമ്പോൾ വ്യക്തികളും പെടും എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് നിസാഹ് എന്ന് പറയുന്നത്. അവരെ വിവാഹം കഴിക്കുക അല്ലാതെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാനാണ് പറയുന്നത്. അത് നമ്മൾ കോഴിക്കോട് നമ്മൾ വിശദീകരിച്ചതാണ്, അതിനി പറയുന്നില്ല. അത് സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ച് വിശദമായിക്കോ. ഭാര്യയെ കിടപ്പുമുറിയിൽ മർദ്ദിക്കാൻ പറയുന്ന അള്ളാഹു 4:34. ഭാര്യയെ കിടപ്പുമുറിയിൽ വെച്ചിട്ട് തല്ലാൻ പറയുന്ന അള്ളാഹു, മർദ്ദിക്കാൻ പറയുന്ന അള്ളാഹു. വല്ലാത്തി നുശൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറുഹുന്ന ഫിൽ മളാജി വദരിബൂഹുന്ന. ഈ ആയത്താണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരിൽ നിന്ന് വല്ല നുശൂസിനെയും നിങ്ങൾ ഭയപ്പെട്ടാൽ അവരെ ഉപദേശിക്കുക, കിടപ്പറ വെടിയുക, വദരിബൂഹുന്ന അവരെ തല്ലുക, വേദനിക്കാതെ തല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന് വിശദീകരണം വേറെ. നുഷൂസ് എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഒരു റിതമുണ്ട്, മനസ്സിന്റെ ഒരു നെസക്കുണ്ട്, ഒരു താളവും ഒരു ഈണവും ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ മനസ്സ് ചിലപ്പോൾ പുറത്തേക്ക് പോകും. അതാണ് നുഷൂസ് എന്ന് പറഞ്ഞാൽ. അല്ല ഹുറൂജു ആൻഡ് റിതം അവിനസ്തി എന്നാണ് അതിന് എഴുതിയിട്ടുള്ളത്. നമ്മുടെ മനസ്സ് ഒരു ശാന്തമായ ഒരു താളാത്മകമായ ഒരു അവസ്ഥയിൽ മനസ്സ് നിൽക്കണം എപ്പോഴും. ആ മനസ്സ് അസ്വസ്ഥതയിലേക്ക് ചിലപ്പോൾ പോകും. അങ്ങനെ വല്ല പോക്കും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അതാണ് മനസ്സിന് എപ്പോഴും ഇതൊരു മനസ്സിനോടാണ് മുഖാത്തബ് ഖുർആൻ. അഭിസംബോധന മനസ്സിനോടാണ്. അതാണ് അതിന്റെ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം മാത്രം എടുത്ത് പറയുന്നത്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന. അസുവാജാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അസുവാജ് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന്റെ റിതമുണ്ട്, ഒരു താളമുണ്ട്, അതിനൊരു നെസക്കുണ്ട്, ഒരു കോർവയുണ്ട് മനസ്സ്. ഇത് മനസ്സ് തമ്മിൽ അതിൽ നിന്ന് അത് പുറത്തു പോയി നമ്മുടെ ജീവിതത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് അത് നമ്മെ നയിക്കുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യങ്ങളിൽ അതിനെ മുഴുകാൻ പറയും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടുപോകും. പല പ്രശ്നങ്ങളിലേക്കും നമ്മളെ മനസ്സ് അവന് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തും. നീ വെറുതെ ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നിന്റെ ബേജാറാക്കി മനസ്സിനെ വ്യാകുലപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതാണ് ആ മനസ്സിന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാം. അതാണ് എലൂഹുന്ന. പിന്നെന്താണ് വഹ്ജുറൂഹുന്ന ഫിൽ മളാജി. കിടപ്പറയിൽ നിന്ന് അവരെ വെടിയുക എന്നല്ല, ആ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. അതാണ് ഹജറ എന്ന് പറഞ്ഞാൽ. അതാണ് ഹിജറ പോകുക എന്ന് കേട്ടിട്ടില്ലേ? തിന്മകളിൽ നിന്നും നന്മയിലേക്കുള്ള പോക്കാണ് ഹിജറ എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഉള്ള യാത്രയാണ് ഹിജറ. അതിനെയൊക്കെ ഉപേക്ഷിക്കുക. ഇത്തഹദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറഞ്ഞല്ലോ. ഈ ഖുർആനെ അവർ ഹജർ ചെയ്തു, വെടിഞ്ഞു, അതിൽ നിന്ന് അകന്നു ആവാം. അതാണ് ഹജർ ചെയ്യാൻ. അപ്പൊ വഹ്ജുറൂഹുന്ന മളാജി എന്ന് പറഞ്ഞാൽ നമുക്ക് സുഗ്രാഹ്യമല്ലാത്ത വിഷയങ്ങളുണ്ടാവും. വെറുതെ അവിടെ കെട്ടിക്കൊടുഞ്ഞ് മനസ്സിനെ ബേജാറാക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് അകന്നു നിൽക്കുക. ചില പ്രശ്നങ്ങൾ നമ്മൾ എത്ര അപഗ്രഥിച്ചാലും നമുക്കത് ഗ്രഹിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങളിൽ നിന്ന് ആ മനസ്സിനെ അകറ്റി നിർത്തുക. അതാണ് വഹ്ജുറൂഹുന്ന ഫിൽ മളാജി. അല്ലാതെ പെണ്ണുങ്ങളെ കിടപ്പറ വെടിയുക എന്നല്ല. അതാണ് അവര് മളുജയിൽ നിന്ന് അകന്നു നിൽക്കും. വെറുതെ നമുക്ക് എത്ര പ്രയാസപ്പെട്ടാലും അൽ-ഇബ്തിആദു അൻ കുല്ലി മാ ലാ യുദ്രികുഹു എന്നാണ് അതിനെഴുതിയത്. തനിക്ക് ഇദ്റാക്ക്, തനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുക. വെറുതെ അതിന് സമയം കളഞ്ഞ് മനസ്സിനെ അസ്വസ്ഥമാക്കാനേ അതുകൊണ്ട് ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഹജറ, അകന്നു നിൽക്കുക. അതാണ് വഹ്ജുറൂഹുന്ന ഫിൽ മളാജി തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദ്ഊന റബ്ബഹും എന്ന് പറഞ്ഞത് അതാണ്. മളിജ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഗ്രഹിക്കാൻ കഴിയില്ല. അതിനാണ് മളിജ എന്ന് പറഞ്ഞത്. ആ വാക്കിൽ തന്നെ അതിന്റെ പ്രയോഗത്തിൽ തന്നെ അത് കിട്ടും. അത് അൻ കുല്ലി മാ ലാ യുദ്രികുഹു, തനിക്ക് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഏതൊക്കെ പ്രശ്നങ്ങളിൽ നിന്നുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുക. അത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം പിന്നെ വേറെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത്. അത് നമുക്കത് മനസ്സിലാകാതെ പിന്നെ അത് നമുക്ക് പ്രവർത്തിക്കാൻ നിന്നാൽ അതിന്റെ പ്രത്യാഘാതം പിന്നെ വേറെയൊക്കെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക.